നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമുക്കെല്ലാം പ്രിയപ്പെട്ട ഒരാളാണ്. പക്ഷേ ആള് വരുന്നത് നമുക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ആള് ഭയങ്കര ഹോട്ടാണ്, ബ്രൈറ്റ് ആണ്, ഭയങ്കര എനർജി ഉള്ള ഒരാളാണ്. അതെ, മറ്റാരുമല്ല, ദ വൺ ആൻഡ് ഒൺലി സൂര്യൻ, ദ സൺ. നമസ്കാരം സൂര്യണ്ണ. നമസ്കാരം. എങ്ങനെയുണ്ട് ചൂടൊക്കെ? എല്ലാവരും ഹാപ്പി ആയിരിക്കും അല്ലേ? ഹാപ്പി അല്ലെങ്കിൽ പറയണം, കൂട്ടാം. അയ്യോ, ചൂട് കൂട്ടിയുള്ള ഹാപ്പിനെസ് ഒന്നും വേണ്ട, കുറച്ചിട്ടുള്ള ഹാപ്പിനെസ് ഒക്കെ മതി. അപ്പോൾ ആദ്യത്തെ ചോദ്യം, അടുത്തെങ്ങാണം ചൂട് കുറയൂ? അതിനെപ്പറ്റി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആദ്യം ഞാനും മഴസാറും തമ്മിലൊരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത് ചൂട് കൂട്ടണോ അതോ കുറയ്ക്കണോ എന്ന്. അങ്ങനെയാണെങ്കിൽ മഴസാറിനോട് ഈ വഴിയൊന്ന് വരാൻ പറഞ്ഞൂടെ? ഓ, പുള്ളിക്കാരൻ വരത്തില്ലെന്നേ. അതന്നെ. അത് ഈ നാട്ടുകാരൻ്റെ ചൂട് കാരണം പുള്ളിക്കാരനെ വിളിക്കും. ആ പാവപ്പെട്ടവൻ ഇവരോടുള്ള സ്നേഹം കാരണം ഓടി വരും വിത്ത് ഇടിയാൻ്റെ കാറ്റ്. അങ്ങനെ പുള്ളി 2 ദിവസം കഷ്ടപ്പെട്ട് തിമിർത്ത് പെയ്ത് കഴിയുമ്പം ഇവന്മാരുടെ സ്വഭാവം മാറും. അപ്പം ഇവന്മാർക്ക് എന്നെ കാണണം. നാച്ചുറൽ. ഇവന്മാർക്ക് എന്തേലും തുണി ഉണങ്ങുന്നില്ല, കരണ്ടില്ല, വെള്ളപ്പൊക്കം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനെ അങ്ങ് ഓടിക്കാൻ നോക്കും. ഇനി നീ പറ, ഇങ്ങനെ വൃത്തികെട്ട സ്വഭാവമുള്ള നീ അടക്കമുള്ളവന്മാരുടെ അടുത്തേക്ക് പുള്ളിക്കാരൻ വരുമോ? ഏയ്, സാധ്യതയില്ല. എന്നാലും താങ്കൾക്കൊന്ന് ചൂട് കുറച്ചാൽ പോരെ? ഷെടാ, നിന്റെ പറച്ചിൽ കേട്ടാത്തോന്നും ഞാൻ കാരണമാണ് ചൂട് കൂടുന്നതെന്ന്. നിങ്ങളല്ലാതെ വേറെ ആര്? എടാ വാഴേ, സോറി, എന്തായിരുന്നു പേര്? അഭിഷേക്. എടാ അഭിഷേകമേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എൻ്റെ ഉള്ളിലെ ഫ്യൂഷൻ കാരണമാണ് ഞാനിങ്ങനെ ആയത്. പക്ഷെ നീയൊക്കെ ഇങ്ങനെ പുഴുങ്ങാൻ കാരണം നീയൊക്കെ തന്നെ. ഞങ്ങളോ? അയ്യോ, ഒരുപാടങ്ങ് അഭിനയിക്കല്ലേടാ. നീയൊക്കെ ഓരോന്ന് കാണിച്ചു വെച്ച് മരവും വെട്ടി പൊല്യൂഷനും ഉണ്ടാക്കിയിട്ട് ഈ ഭൂമിയെ നശിപ്പിച്ച് കഴിയുമ്പോൾ അവസാനം ചൂട് കൂടാൻ നേരത്ത് ഞാൻ കാരണമെന്നങ്ങനെ പറഞ്ഞോണ്ടല്ലോ, ബാക്കിയും കൂടെ ഞാൻ കത്തിക്കട്ടേടാ. ചുമ്മാ ഞാൻ പാവാ, ഒന്നും ചെയ്യൂല. അതെ അതെ. അടുത്ത ചോദ്യം, താങ്കൾക്ക് പാലക്കാടിനോട് എന്തേലും വിരോധമുണ്ടോ? എന്ത് വിരോധം? എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് പാലക്കാട്. അവിടുത്തെ ആൾക്കാരെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ? പ്രത്യേകിച്ച് അഗ്നിരാജ് പാലക്കാട്. പുള്ളിക്കാരൻ എൻ്റെ ന്യൂക്ലിയർ ഫ്യൂഷനാണ്. താങ്കൾ കുറച്ചുകൂടെ സ്നേഹം അവരോട് കാണിച്ചാൽ അവിടുത്തെ കാട് മുഴുവൻ കത്തിയിട്ടേ പാല മാത്രമേ കാണൂ. എൻ്റെ പൊന്നടാവേ, നീ ഇപ്പോഴും ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കോമഡിയൊക്കെയാണ് അടിക്കുന്നത്. നീ എങ്ങനെ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നത്? അടുത്ത ചോദ്യം, താങ്കൾ ഏതായാലും ചൂട് കുറയ്ക്കാൻ സാധ്യതയില്ലല്ലോ, പക്ഷേ ആളുകൾക്ക് ജീവിക്കണമല്ലോ. അപ്പോൾ ഈ ചൂടിനെ എങ്ങനെ തരണം ചെയ്യാം എന്നൊന്ന് പറഞ്ഞു കൊടുക്കാവോ? നല്ല ചോദ്യം. എല്ലാവരും നല്ലപോലെ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ കൂടുതൽ വെള്ളം അടങ്ങിയ ഫ്രൂട്ട്സ് കഴിക്കണം. പിന്നെ കഴിവതും ഈ കട്ടിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കണം. കൂടുതലും ഈ ലൂസായിട്ടുള്ളത് ഇടുന്നതാണ് നല്ലത്. പിന്നെ ഒരു 10 മണി തൊട്ട് 4 മണി വരെ എൻ്റെ പ്രകാശം കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ശരീരം ചൂടാകുന്ന ഭക്ഷണങ്ങൾ അധികം കഴിക്കാതിരിക്കുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഒരു മിനിറ്റ്. ഹലോ മഴ സാറേ, എന്തൊക്കെയുണ്ട് ആശാനെ വിശേഷം? ഈ പാവങ്ങളെയൊക്കെ മറന്നോ? എന്നൊരു കാര്യം ചെയ്യും, ഒരു 10 മിനിറ്റ് അവിടെ പോയി, അപ്പം ചൂട് കൂടിക്കോളും. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നങ്ങ് കത്തിച്ചോളാം. ശരി എന്നാ. എന്തായിരുന്നു? അതൊക്കെ കോൺഫിഡൻഷ്യലാണ്, നീ അറിയണ്ട. കഴിഞ്ഞോ നിന്റെ ചോദ്യം? കഴിഞ്ഞു. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എന്നാലും ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. ചൂട് കൂടുതലാണെന്നറിയാം, എന്ത് ചെയ്യാനാ, എൻ്റെ ജോലിയായിപ്പോയില്ലേ. പിന്നെ നിങ്ങൾ അധികം ചൂടത്ത് പുറത്തിറങ്ങാതിരിക്കാൻ നോക്കണം. ഇനി അഥവാ ഇറങ്ങിയാലും മാക്സിമം ബോഡി കവർ ചെയ്യുന്ന ഡ്രസ്സൊക്കെ ഇടണം. പിന്നെന്താ, നല്ലോണം വെള്ളം കുടിക്കണം. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്ക്. പിന്നെ അവിടെ ചൂടുണ്ടോയെന്നും ഒന്ന് കമൻറ്റിൽ പറഞ്ഞേക്കണേ. ഓക്കെ സൂര്യണ്ണ, താങ്കൾ ചൂട് കുറയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.